സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും സിദ്ധാർത്ഥനെയാണ് സംശയിക്കുന്നത്. ആ സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ ഈ പ്രഭാവതിയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രഭാവതിയാണെങ്കിൽ ഋഷിയോട് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ലീന മരിച്ചത് യാദൃശ്ചികമായിട്ട്, അല്ലാതെ ഞാൻ അവളെ ഒന്നും ചെയ്തതല്ല, അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഋഷി പറയുന്നുണ്ട്. ലീനയെ മാത്രമല്ലല്ലോ എന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനും ശ്രമിച്ചില്ലേ, അതിൻ്റെ ഫലമായിട്ട് ഞാൻ വർഷങ്ങളോളം ബെഡിൽ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പഴയ ജീവിതത്തിലേക്ക് എത്തിയത്. ഇനി എന്തായാലും പ്രൊഫസർ പ്രഭാവതിയെ ഞാൻ ഇലക്ഷനിൽ മത്സരിക്കാനോ MLA ആവാനോ ഒന്നും അനുവദിക്കില്ല. പ്രഭാവതിയുടെ ജീവിതം ഇവിടെ തീരുവാണ്. ഈ സമയത്ത് നമ്മളുടെ അരുന്ധതിയാണ് ഈ ത്യാഗരാജനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ കണ്ടെത്തണമെന്ന്. അതിനുവേണ്ടി ത്യാഗരാജൻ കുറേ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പ്രഭാവതിയെ ആര് തട്ടിക്കൊണ്ടുപോയാലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അത് സിദ്ധാർത്ഥൻ്റെ ആവശ്യമല്ല, ഇപ്പം നമ്മളുടെ ആവശ്യമാണ്. ആ സമയത്ത് ത്യാഗരാജനോട് CP പറയുന്നുണ്ട്, എന്തായാലും ത്യാഗരാജൻ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പം CP എന്നോട് ഇതുപോലെ തന്നെ സംസാരിക്കാൻ നിൽക്കരുത്, ഞാൻ പല പ്രാവശ്യം CPയോട് പറഞ്ഞില്ലേ ഞാനല്ല ഇതിൻ്റെ പിന്നിൽ നിന്ന്, പിന്നെയും CP എന്തിനാ എന്നെ സംശയിക്കണം, ഇത് മറ്റാരോ ചെയ്തേക്കണം, എൻ്റെ ബലമായ സംശയം ഇനിയിപ്പോൾ സിദ്ധാർത്ഥൻ തന്നെയാണോ എന്ന്. ആ സമയത്ത് CP പറയുന്നുണ്ട്, സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ഏതെങ്കിലും ഭർത്താവ് തയ്യാറാവുമോ എന്ന് ചോദിക്കുമ്പം ഈ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പ്രഭാവതിയും സിദ്ധാർത്ഥനും ക്ഷേത്രകുളത്തിൻ്റെ അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രഭാവതിയെ ക്ഷേത്രകുളത്തിലേക്ക് എങ്ങാനും തള്ളിയിട്ടിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് CP പറയുന്നുണ്ട്, അതിനും ചാൻസ് ഉണ്ട്, എന്തായാലും ത്യാഗരാജൻ കുറച്ച് പേരെയും കൊണ്ട് അവിടെ പോയി ക്ഷേത്രകുളത്തിലേക്ക് ഒന്ന് നോക്കുന്നു. അങ്ങനെ ത്യാഗരാജൻ കുറേ ഗുണ്ടകളുമായിട്ട് ക്ഷേത്രകുളത്തിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് അരുന്ധതിയാണെങ്കിൽ ഋഷിയെ പല പ്രാവശ്യം വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴൊക്കെ ഋഷി ഇപ്പോൾ വരാമേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ സമയം അരുന്ധതിക്ക് നല്ല സംശയമാവുന്നുണ്ട്, ഇനിയിപ്പോൾ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയത് ഋഷി എങ്ങാനും ആയിരിക്കും. ഋഷിക്കാണെങ്കിൽ അവരോട് തീരാത്ത പകയുണ്ടാവും. വർഷങ്ങളോളം അവൻ്റെ ജീവിതം ബെഡിൽ തന്നെ ആക്കിയ സ്ത്രീയോട് അവനക്ക് പൊറുക്കാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല, ലീനയുടെ മരണത്തിനും പ്രഭാവതി തന്നെയാണ് കാരണം. അന്ന് പ്രഭാവതി അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ലീന ഇന്നും ജീവനോടെ ഉണ്ടായേനെ. അതുമാത്രമല്ല, ഋഷിക്കൊരു ജീവിതവും ആയേനെ. ഇതിപ്പോൾ ലീനയുടെ മരണത്തോടുകൂടി ഋഷിയുടെ ജീവിതം തന്നെ പോയി. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും നമ്മളുടെ അരുന്ധതി ഋഷിക്ക് വിളിക്കുന്നുണ്ട്. ഋഷി, മോനെ നീ എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ, അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കണേ, ഞാൻ എന്തായാലും അധികം വൈകാതെ തന്നെ തിരിച്ചു വരും, അമ്മയ്ക്കൊരു സന്തോഷ വാർത്ത ഉണ്ടാവുമെന്ന്. അത് കേട്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ എന്ത് സന്തോഷ വാർത്തയെ പറയാൻ പോണേന്ന് ചോദിക്കുമ്പം, അമ്മ ആരെയാണോ ശത്രുവായി കണ്ടേക്കണേ അവരുടെ അവസാനമാണ് ഇന്ന്, ഇനി നാളത്തെ പ്രഭാതം കാണാൻ അവരുണ്ടാവില്ല. ആ സമയത്ത് തന്നെ അരുന്ധതിക്ക് സംശയം മണക്കുന്നുണ്ട്. നീ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയോ എന്ന് ചോദിക്കുമ്പം, അമ്മ പ്രഭാവതി ഇപ്പം എൻ്റെ കസ്റ്റഡിയിലുണ്ട്, ഇന്ന് തന്നെ ഞാൻ അവരെ കൊന്നുകളയുന്നു. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട്, വേണ്ട ഋഷി, അങ്ങനെയൊന്നും ചെയ്യണ്ട, എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ പറഞ്ഞു വിടണമെന്ന്. അന്നേരം ഋഷി പറയുന്നുണ്ട്, അമ്മേ അതൊരിക്കലും നടക്കില്ല, ഞാനൊരു കാരണവശാലും പ്രൊഫസർ പ്രഭാവതിയെ ജീവിക്കാൻ അനുവദിക്കില്ല, എൻ്റെ ലീന ഈ ലോകത്ത് ഇല്ലാണ്ടായതുപോലെ തന്നെ അവരെ ഞാൻ ഇല്ലാണ്ടാക്കുമെന്ന്. ഇതേസമയം നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ സ്റ്റേഷനിലോട്ട് വിളിച്ച് SIയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ സാർ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പം അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇനിയിപ്പം ക്ഷേത്രകുളത്തിൻ്റെ പരിസരത്ത് നിന്ന് അവരെങ്ങോട്ടാ പോയെന്നുള്ളതിനുള്ള തെളിവൊന്നും കിട്ടിയിട്ടില്ല, ആ ഭാഗത്തുള്ള എല്ലാ CCTVകളും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥൻ ഫോൺ വെച്ചതും SI അവിടെ പോലീസുകാരോട് പറയുന്നുണ്ട്, CCTVകളെല്ലാം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ CCTV ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രഭാവതി റോഡിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു വണ്ടി വന്നിട്ട് പ്രഭാവതിയെ അതിൽ വലിച്ചേറ്റി കൊണ്ടുപോകുന്ന ആ ഒരു സീൻ CCTVയിൽ കാണുന്നുണ്ട്. ആ സമയം തന്നെ SI പറയുന്നുണ്ട്, ഇതാരാന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, വണ്ടി നമ്പറും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ പോലീസ് അന്വേഷണം ശരിക്കും എത്തുന്നത് ഈ അരുന്ധതിയുടെ വീട്ടിലോട്ട് തന്നെയാണ്. ആ വണ്ടിയാണെങ്കിൽ അരുന്ധതിയുടെ പേരിലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ പോലീസ് അരുന്ധതിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ സമയം അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ മേഡത്തിനോടൊരു കാര്യം ചോദിക്കാൻ വന്നതാണ്, എൻ്റെ വണ്ടി മേഡത്തിൻ്റെ പേരിലുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അത് എൻ്റെ വണ്ടിയാണ്, എന്താ സാർ പ്രശ്നം എന്ന് ചോദിക്കുമ്പം, ആ വണ്ടിയിലാണ് പ്രഭാവതിയെ തട്ടിക്കൊണ്ട് പോയേക്കുന്നത്. അത് കേട്ടതും നമ്മളുടെ അരുന്ധതി ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ അരുന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട് ഋഷി പെട്ടെന്ന് തന്നെ പിടിയിലാവുമെന്ന്. അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട്, ആ വണ്ടി ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലില്ല, അത് വേറെ ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കും, ഇന്നലെ മുതൽ ആ വണ്ടി മിസ്സിങ് ആണ്. ആ സമയം പോലീസ് പറയുന്നുണ്ട്, അതിന് നിങ്ങൾ കംപ്ലൈൻ്റ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ ആ വിവരം ഇപ്പോഴാണ് അറിഞ്ഞത്, എന്തായാലും സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് തരാനിരിക്കുമായിരുന്നു, ഇപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് തന്നോളാന്ന്. എന്നാൽ ശരി മേഡം എന്ന് പറഞ്ഞ് ആ പോലീസ് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ അരുന്ധതിയാണ് ഈ ഋഷിക്ക് ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, പ്രഭാവതിയെ എത്രയും പെട്ടെന്ന് നീ പറഞ്ഞു വിടണം, നിന്നെ അന്വേഷിച്ച് പോലീസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്തായാലും എൻ്റെ വണ്ടിയിലെ തട്ടിക്കൊണ്ട്
പോയെന്നുള്ളതിന് പോലീസിന് തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി പ്രഭാവതിയെ നിങ്ങളുടെ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് റിസ്ക്കാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ പറഞ്ഞയക്കണം. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് പറയണേ, ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് ഞാൻ അവരെ പറഞ്ഞയക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇനി അവർ ജീവനോടുകൂടി പുറത്തേക്ക് പോകില്ല. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഋഷി നീ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പം അതൊന്നും ഞാൻ തൽക്കാലം അമ്മയോട് പറയണില്ല. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് തന്നെയാണ് ഞാനെന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ അരുന്ധതിയുടെ ഗ്യാങ്ങിലുള്ള കുറേ പേരെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഋഷിയുടെ ആ നമ്പർ കൊടുത്തിട്ട് ഈ നമ്പർ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് ഋഷിയുടെ നമ്പർ കണ്ടുപിടിച്ച് അരുന്ധതിക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ പ്രഭാവതി ആകെ ഭയന്നിരിക്കുകയാണ്. ഈ ഋഷി കൊല്ലുമെന്ന് തന്നെയുള്ള ഒരു വിചാരത്തിൽ പ്രഭാവതി ഇരിക്കണം. എന്തായാലും എൻ്റെ ജീവിതം ഇതോടുകൂടി തീർന്നു. ആദ്യം തന്നെ സിദ്ധുവിനോട് ഈ അരുന്ധതിയുടെയും ഋഷിയുടെയും കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിക്കില്ലായിരുന്നു. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി വരുന്നത് അനുഭവിക്കുക തന്നെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഇങ്ങനെ വിഷമത്തിലിരിക്കുകയാണ്. പ്രഭാവതിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. പ്രഭാവതിയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സിദ്ധാർത്ഥന് സംശയമൊന്നുമില്ല. ആദ്യം സിദ്ധാർത്ഥൻ വിചാരിച്ചിരുന്നത് പ്രഭാവതി എവിടെയോ മാറി നിൽക്കുകയാണെന്ന്. ഇതിനു മുമ്പ് മീരയുടെ കൊലപാതകം നടന്ന സമയത്തും പ്രഭാവതി എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഒരു വീട്ടിൽ മാറി നിന്നിട്ടുണ്ടായിരുന്നു. അത് സിദ്ധാർത്ഥനെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇതും അതുപോലെ തന്നെയാണെന്നാണ് ആദ്യം സിദ്ധാർത്ഥനും നന്ദനും ഗിരിയൊക്കെ വിചാരിച്ചത്. പക്ഷേ കാര്യത്തിൻ്റെ ഗൗരവം ഇപ്പോൾ അവർക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ വേഗം തന്നെ ലൊക്കേഷൻ കിട്ടിയതനുസരിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. അരുന്ധതി ചെന്ന് കയറുമ്പം പ്രഭാവതിയെ അവരിങ്ങനെ കെട്ടിയിട്ടേക്കാണ്. ആ സമയത്ത് അവിടെ ഗുണ്ടകളൊന്നുമില്ല, ഋഷിയുമില്ല. എല്ലാവരും പുറത്തെന്തോ കാര്യത്തിന് പോയ സമയത്താണ് അരുന്ധതി ചെല്ലണത്. അരുന്ധതിനെ കണ്ടതും പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോടി എന്നോട് ചതി ചെയ്ത്, എന്നെ എന്തിനാണ് നിങ്ങളിവിടെ കെട്ടിയിട്ടിരിക്കുന്നത്, നിൻ്റെ മോൻ എന്തൊക്കെയാ പറയണേന്നൊക്കെ ചോദിക്കുമ്പം എൻ്റെ മോൻ പറഞ്ഞതിനാണോ കുഴപ്പം, ലീനയുടെ മരണത്തിന് കാരണം നിങ്ങളല്ലേ, അതോടുകൂടി എൻ്റെ ഋഷിയുടെ ജീവിതം തന്നെ ഇല്ലാണ്ടായി, അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം, പക്ഷേ അതിനുവേണ്ടി എൻ്റെ ഋഷിയുടെ ജീവിതം ഇനിയും ഇല്ലാണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കാനാണ് ഞാൻ വന്നേന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്നാൽ എത്രയും വേഗം എന്നെ ഒന്ന് കെട്ടഴിച്ചു വിടുന്ന. അങ്ങനെ നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ പ്രഭാവതിയെ കെട്ടഴിച്ചു വിടുന്ന ആ ഒരു സമയത്താണ് ഋഷി അങ്ങോട്ട് വരുന്നത്. ഋഷി വന്നതും അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അമ്മയെ കാണിക്കണേ, അമ്മ അവരെ അഴിച്ചു വിടില്ലേ, ഇനി ഇവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല, അതുകൊണ്ട് ഇവരെ ഞാൻ കൊല്ലാൻ തന്നെ തീരുമാനിച്ചേക്കണേന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നീ എന്തൊക്കെ തോന്നിയാസ ഋഷി പറയണേ, ഇവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതം ജയിലിൽ തീരില്ലേ, എന്തായാലും ഇവർക്കുള്ള ശിക്ഷ അമ്മ തന്നെ കൊടുത്തോളാം, അതിന് എൻ്റെ മോൻ ബുദ്ധിമുട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പ്രഭാവതിയെ അഴിച്ചു വിടാൻ പോകുമ്പം ഋഷി ചെന്ന് അരുന്ധതിയുടെ കയ്യെ പിടിച്ച് തടയുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.